നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന ഉറുഗ്വായ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ച് കയറിയല്ലോ. ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതിനു മുമ്പ് നവംബറിലാണ്, അതായത് 2023 നവംബറിലാണ് ഉറുഗ്വായും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത്. അന്ന് ഉറുഗ്വായ് വിജയിച്ചിരുന്നു അർജൻറ്റീനയുടെ മണ്ണിൽ വന്നിട്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ നാട്ടിലിട്ട് അതിന് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. അതും മെസ്സി ഇല്ലാതെ, ലൗറ്ററോ ഇല്ലാതെ, ഡീപോൾ ഇല്ലാതെ, ലോ ചെൽസോ ഇല്ലാതെ കുട്ടികൾ വിജയിച്ച് കയറിയതിൻ്റെ സന്തോഷത്തിലാണ് അർജൻറ്റീൻ ആരാധകർ. കളിക്ക് ശേഷം അത് വളരെ കൃത്യമായിട്ട് ലയണൽ സ്കലോനി പറയുന്നുണ്ട്. ടീം വിജയിച്ചു എന്നതിൽ മാത്രമല്ല എനിക്ക് സന്തോഷം, ഇവർ സർവ്വം സമർപ്പിച്ചു കളിച്ചു എന്നുള്ളിടത്താണ്. തുടക്കത്തിൽ റൈറ്റ് വിങ്ങിൽ അവർ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പിന്നെ ഞങ്ങളത് കറക്റ്റ് ചെയ്തു, മികച്ച പ്രകടനം നടത്തി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ടീം വേറെ ലെവൽ കളിയാണ് കളിച്ചത് എന്ന് തന്നെ സ്കലോനി പറയുന്നു. യെസ്, അത് തന്നെയാണ് യാഥാർത്ഥ്യം. ലിയോ മെസ്സി ഇല്ലാതെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അർജൻറ്റീനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മികച്ച രൂപത്തിൽ അവർ ഹാൻഡിൽ ചെയ്തു. ഓട്ടോമാറ്റി നന്നായിട്ട് ടീമിനെ നയിച്ചു. ഡിഫൻസിലെ താരങ്ങളൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച കണ്ടു. അതിൻ്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. തിയാഗോ അൽമേഡയുടെ വെടിച്ചില്ല് ഗോളിനെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഹുലിൻ ആൽവാരസിൽ നിന്ന് പന്ത് സ്വീകരിച്ച് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് അവൻ തൊടുത്ത വെടിച്ചില്ല് ഗോളില്ലേ, ആ ഗോളാണ് അർജൻറ്റീനയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ആകെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചത് നിക്കോ ഗോൺസാലസിന് അവസാന ഘട്ടത്തിൽ ലഭിച്ച റെഡ് കാർഡാണ്. അദ്ദേഹം ബോളിന് ശ്രമിച്ചതാണ് എന്ന് പറയാം, പക്ഷേ അത് എതിർ താരത്തിൻ്റെ ദേഹത്തേക്ക് കൊണ്ടു. റെഡ് കാർഡ് തന്നെ, അതിൽ പിന്നെ വേറെ തർക്കവും ചർച്ചയൊന്നുമില്ല, അത് റെഡ് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും സ്കലോനിയുടെ പ്ലാനിൽ വലിയ റോളുള്ളയാളാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ബ്രസീലിനെതിരെ മിസ് ചെയ്യും എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ പോലും ഈ കളിക്ക് സ്റ്റാർട്ട് ചെയ്ത താരങ്ങൾ മോശമാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അർജൻറ്റീനയ്ക്ക് ആശ്വാസകരമാണ് കാര്യങ്ങൾ. മത്സരം നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്, ഡിഫൻസിൽ ടാഗ്ലിയാഫിക്കോ, ഓട്ടാമെൻഡി, ക്യൂട്ടി റൊമേറോ, നാഹുൽ മോളിന, മധ്യനിരയിൽ മാക്കലിസ്റ്ററും ലിയാൻഡ്രോ പെരേഡസും എൻസോ ഫെർണാണ്ടസും. റോഡ്രിഗോ ഡീപോളിന് ചെറിയ നോക്കുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പുറത്തിരുത്തിയത്. ബ്രസീലിനെതിരെ അദ്ദേഹം കളിച്ചേക്കും. മുന്നേറ്റത്തിൽ തിയാഗോ അൽമെയ്ഡ വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അദ്ദേഹത്തെ വിങ്ങറായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തിയാഗോ അൽമെയ്ഡ, ഹുലിയാനോ സിമിയോണി കളിക്കുമെന്ന് നേരത്തെ തന്നെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹുലിൻ ആൽവേരസ്, ഈ 3 പേരുടെ അറ്റാക്കിങ്, ഇതാണ് അർജൻറ്റീന ഇറക്കിയ ടീം. തുടക്കത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിയാണ്. പിന്നെ ആ തരത്തിലുള്ളൊരു പ്രകടനമാണല്ലോ മറുഭാഗത്ത് നിന്ന്, ഉറുഗ്വായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. വലിയ ഫൗളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കളി പുരോഗമിച്ചത്. ഉന്തും തള്ളും വരെ ഉണ്ടാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ കളി പൂർണ്ണമായിട്ടും അർജൻറ്റീനയുടെ കൈകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ ആ ഒരല്പം സ്ലഗ്ഗിഷ് ആയിട്ടുള്ള കളിക്ക് ശേഷം ഒരു ഗ്രേറ്റർ റെസ്പോൺസാണ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത്. ടീമിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് കാണിച്ച ഒന്നാണ്. മിഡ്ഫീൽഡൊക്കെ കിടിലൻ പ്രകടനമാണ്. മാക്കലിസ്റ്റർ ആണെങ്കിലും അതുപോലെ ബാക്കി താരങ്ങളാണെങ്കിലും ഒക്കെ കിടിലൻ പെർഫോമൻസാണ് മിഡ്ഫീൽഡിൽ നടത്തിയത്. സെക്കൻഡ് ഹാഫിൽ ഫെഡേ വാൽവർദയെ ഓൾമോസ്റ്റ് നള്ളിഫൈ ചെയ്യാൻ അലക്സിസ് മാക്കലിസ്റ്റർക്ക് കഴിഞ്ഞു നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ റൊമേറോ അല്ലെങ്കിലും അങ്ങനെയാണ്. അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ റോക്ക് സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരാറുണ്ട്. അത് അദ്ദേഹം വീണ്ടും കാണിക്കുന്നു. പിന്നെ പറയേണ്ട ഒരാൾ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. അദ്ദേഹം ദേശീയ ടീമിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനൊരു റെക്കഗ്നിഷൻ ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രകടനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്. അത്രയും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അൽമേഡ പിന്നെ കളിയിലുടനീളം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടായിരുന്നു. ഹുലിൻ ആൽവേരസ് മെസ്സി ഇല്ല എന്നുള്ളത് കൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കുന്ന ഒരു കാഴ്ച, മികച്ച മൂവ്മെൻറ്റ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, പിന്നെ പ്ലേ മേക്കിംഗ്, അത് എടുത്തു പറയണം. ടോപ്പ് ലെവൽ പെർഫോമൻസാണ് ഹുലിൻ ആൽവാരസിൽ നിന്ന് വന്നിട്ടുള്ളത്. മികച്ച രൂപത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ അർജൻറ്റീന കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റ ഗോളിൻ്റെ വിജയമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെ കളിക്കുമ്പോൾ അതൊരു ഹ്യൂജ് വിക്ടറിയാണ് എന്ന് സമ്മതിച്ചേ പറ്റൂ. ഇപ്പോൾ അർജൻറ്റീനയുടെ ഓരോ താരങ്ങളുടെയും പ്രകടനം നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. എമിലിയാനോ മാർട്ടീനസ്, അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 6ആണ്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും ഈ കളിയിൽ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഷോട്ടുകളൊന്നും അദ്ദേഹത്തിന് നേരെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് 6 കൊടുക്കുമ്പോൾ നാഹുൽ മൊളീന
അദ്ദേഹം മോശമല്ലാത്തൊരു പ്രകടനം ആദ്യത്തെ 10-15 മിനിറ്റിന് ശേഷം അദ്ദേഹം വളരെ സെറ്റിൽഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാഹുൽ മൊളീനക്ക് 6 കൊടുക്കുന്നത്. ക്യൂട്ടി റൊമേറോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സൂപ്പർ പെർഫോമൻസ് ഓൺസ് അഗെയിൻ, സൂപ്പർ പെർഫോമൻസ്, റോക്ക് സോളിഡ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. 10 7 കൊടുക്കുന്നു. നിക്കോളാസ് ഒട്ടാമെൻഡി ക്യാപ്റ്റൻ, മെസ്സി ഇല്ലാത്ത ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് സ്വന്തം പെനാൽറ്റി ബോക്സിൽ ഏരിയയിൽ വെച്ച് പിഴച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. നിക്കോളാസ് ഓട്ടോമെൻറ്റിക്ക് 7 കൊടുക്കുന്ന റേറ്റിംഗ്. ടാഗ്ലിയാഫിക്കോ നമ്മൾ പറഞ്ഞല്ലോ ഈ പെർഫോമൻസിന് കൈയടിക്കണം. അത്രയും ടയർലെസ് ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അദ്ദേഹം അഡ്വാൻസ് ചെയ്തു, അതുപോലെ പുറകോട്ട് വരുന്നു, അങ്ങനെ എല്ലാം സമർപ്പിച്ച് കളിച്ചു ടാഗ്ലിയാഫിക്കോ. അദ്ദേഹത്തിന് 10 8 കൊടുക്കണം. എൻസോ ഫെർണാണ്ടസ് മധ്യനിരയിൽ തീർച്ചയായിട്ടും മികച്ചൊരു പെർഫോമൻസ്. ഗ്രേറ്റ് സെക്കൻഡ് ഹാഫിൽ ടീം മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതിനോടൊപ്പിച്ച് തന്നെ അദ്ദേഹവും മുന്നോട്ട് പോയി. ഗോളിനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയിം അലക്സിസ് മാക്കലിസ്റ്റർക്കൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. 7 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ കൂട്ടാളി അലക്സിസ് മാക്കലിസ്റ്ററും അങ്ങനെ തന്നെ. ഈ കളിയിൽ ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയാവുന്നതാണ്. ട്രമൻഡസ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് 10 7 കൊടുക്കുന്നു. ലിയാൻഡ്രോ പെരേഡസിൻ്റെ റേറ്റിംഗും 7. വെരി ഗുഡ് മാച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഗുഡ് പൊസിഷനിൽ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ പാസുകളും വളരെ കാം ആൻഡ് കമ്പോഷറായിട്ട്, അതുപോലെ തന്നെ കോൺഫിഡൻസോടുകൂടി പെരേഡസ് കളിക്കുന്നത് കണ്ടു. പിന്നെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ തിയാഗോ അൽമെയ്ഡ. തിയാഗോ അൽമെയ്ഡയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെറിഫിക് ഗെയിമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഗ്രാബ് ചെയ്യുക, ആ അഡ്വാൻറ്റേജ് എടുക്കുക, അതാണ് വേണ്ടത്. 1-on-1 സിറ്റുവേഷനുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നമ്മൾ കണ്ടു. ഒടുവിൽ അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ 2000ാമത്തെ ഗോളാണ്. അതായത് അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ 2000 ഗോൾ തികച്ച ഗോൾ. അതൊരു കിടിലൻ ഗോളാണ് തിയാഗോ അൽമെയ്ഡ നേടിയത്. ചരിത്ര ഗോളാണ് പിറന്നത് എന്ന് പറയണം. ആ ചരിത്രത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു മാസ്മരിക ഗോള്. ഹുലിയാനോ സിമയോണി എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത്തരത്തിലുള്ള പെർഫോമൻസ് തന്നിട്ടുണ്ട്. അദ്ദേഹം കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സോ അതുതന്നെയാണ് കോച്ച് ഉദ്ദേശിച്ചത്. കോച്ച് ഏൽപ്പിച്ച ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയാഗോ അൽമെയ്ഡയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 8, ഹുലിയാനോ സിമിയോണിക്കുള്ള റേറ്റിംഗ് 6. ഹൂലിയൻ ആൽവാരസിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി മെസ്സി ഇല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പെർഫോം ചെയ്യുന്ന കാഴ്ച, ഒരു മികച്ച പ്ലേ മേക്കിംഗ് സ്കില്ലൊക്കെ കാണിച്ചു. അദ്ദേഹത്തിന് നമ്മൾ TYC സ്പോർട്സ് 10 7 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം അർഹിക്കുന്നതും. നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിലാണ് ഒരല്പം ആശങ്കയും നിരാശയും ഒക്കെ ഉണ്ടാക്കിയത് എന്നർത്ഥം. എന്തായാലും മികച്ച പെർഫോമൻസാണ് അർജൻറ്റീനയുടെ താരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച ഇനി ബ്രസീലിനെതിരെയും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.